അടിപൊളിയായിരുന്നു. ഐ മീൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ എല്ലാവരെയും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് അറിയാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ സിനിമ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓഡിയൻസിൻ്റെ റിയാക്ഷന് വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല, ഇറ്റ്സ് കോംപ്ലിക്കേഷൻ അല്ല. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ട്, ഈസി ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, അടി ഇടി കുത്തൊന്നുമില്ല, വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള സീക്വൻസസ് ഒന്നുമില്ല, വളരെ ഒരു ചിൽ വൈബിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കാണും. എനിക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പല പ്രൊമോഷൻസിലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ നാലുപേര് തമ്മിലൊരു പ്രത്യേകതരം കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നതായിരുന്നു. അപ്പോൾ അത് വിത്ത് ദ ടൈം തന്നെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ബിൽഡായി വന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് സിനിമയിൽ അത് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് സക്സസ്ഫുൾ. ഇത് ഈ സിനിമയിലൂടെ മേ ബി അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ മിസ്സിങ് മാറിക്കിട്ടും. ഒരു സിമ്പിൾ കഥയാണെങ്കിലും ഒരു വലിയ ക്യാൻവസിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അത് ഒരു ഗ്രൂപ്പായിട്ട് വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ലൈഫ് ഞങ്ങൾ ഒരു വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും എനിക്കിഷ്ടമായി. ഇപ്പം ഓഡിയൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഇതിൽ നമ്മളോടുള്ള എക്സ്പീരിയൻസ് ഗെയിമായിരുന്നു. എനിക്ക് ഇത് നമ്മുടെ നല്ല ഇഷ്ടമുള്ള ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അത്യാവശ്യം നല്ലൊരു റോള് ചെയ്യാൻ പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ നല്ല സന്തോഷമായി. ചെയ്യുമ്പോഴൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ഹാപ്പിയായി. എല്ലാവർക്കും ഈ പടം ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും നാളെ തന്നെ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. മാനവില്യൻ ഗോപുരങ്ങൾ എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. വിൻസിയുടെ കോഴ്സിനൊക്കെ ചിരിക്കാനുണ്ട്. ഫാമിലി മൂവിയാണ്. എനിക്ക് ചേട്ടൻ്റെ ഹ്യൂമർ പരിപാടി ഭയങ്കരമായിട്ട് വർക്കായി. നല്ല രസമുണ്ട് ക്യാരക്ടർ. എന്റർടൈനറാണ്. പിള്ളേരൊക്കെ ആയിട്ട് എന്താണെങ്കിലും വന്ന് കാണണം. കാരണം വെക്കേഷൻ ടൈമിൽ ഇത്രയും കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള സിനിമ വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ കുട്ടികളൊക്കെ ആയിട്ട് വരും. നല്ല ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ്. എല്ലാവരും പെർഫോമൻസ് നല്ലതാ. വിൻസി എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു. നല്ല രസമാണ്. നല്ല ചിരിപ്പിക്കുന്ന എലമെന്റ്സ് കുറെ വിൻസിയുടെ സൈഡിൽ നിന്ന്. പക്ക ഫാമിലി കോമഡി ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. കാണാൻ പറ്റും. ഫാമിലി എല്ലാവർക്കും അതിനെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഫൺ എന്റർടൈനർ. ഇന്ദ്രൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ കണ്ട് കുറച്ച് നാളായി. അപ്പം ആ രീതിയിൽ അദ്ദേഹം വീണ്ടും ഒരു പഴയ ഇന്ദ്രനൊക്കെ തിരിച്ചു ചെയ്യേണ്ട ഒരു സന്തോഷമുണ്ട് ഓൺ സ്ക്രീനിൽ. എല്ലാവരും തന്നെ, എല്ലാ ആക്ടേഴ്സും തന്നെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ പാർട്ടുകൾ. ഫാമിലി ഫൺ എന്റർടൈനറാണ്. എല്ലാവർക്കും വന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു അണ്ടർലൈൻ എന്ന് പറയുന്ന ചില സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ അവരൊന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. എങ്കിലും രസമായിട്ടുള്ള സിനിമ. യെസ് അങ്ങനെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ. നല്ല സോങ്സ് ഉള്ള ഒരു സിനിമയാണ്. പേര് പോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള സിനിമയാണ്. വിദ്യാസാഗർ സാറിൻ്റെ പാട്ടുകൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും തിരിച്ചു കിട്ടിയിട്ടുള്ള സിനിമ കൂടിയാണ്. നല്ലൊരു ഫാമിലി എന്റർടൈനറാണ്. അതേപോലെ എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാം. ഭയങ്കരമായിട്ട് അടിപൊളി, ഭയങ്കര റിയലിസ്റ്റിക്കുമാണ്, ഫണ്ണുമാണ്. എല്ലാവരും ടോട്ടലി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലി ഓഡിയൻസിന് പടം നന്നായിട്ട് വർക്ക് ആവും. കാരണം കുറേ കാര്യങ്ങൾ ഫാമിലി റിലേറ്റഡ്, നമുക്ക് റിലേറ്റബിൾ ആണ് കഥ ഭയങ്കരമായിട്ട്. താങ്ക് യു. നൈസ് മൂവി. നല്ലോണം എൻജോയ് ചെയ്തു. അടിപൊളി മൂവിയാണ്. എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതായിരുന്നു. തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എവറിബഡി ഷുഡ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. All cool actors, wonderful. Sit and enjoyed every moment of it. വളരെ നല്ല മൂവി. ഒരു വിത്ത് ഫാമിലി കാണാൻ പറ്റിയ ഒരു മൂവി. കുട്ടികൾക്കും കാണാം, വലിയവർക്കും കാണാം. എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു മൂവി. ആൻഡ് ആക്ടിങ് എല്ലാവരുടെയും സോ കൂൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. വളരെ നല്ലതായിരുന്നു. നല്ല സിനിമയായിരുന്നു. വളരെ നല്ല സിനിമ. വളരെ ഒരു കാഷ്വലായിട്ട് പറഞ്ഞു പോകാവുന്ന നല്ല സിനിമയാണ്. ഇത് വളരെ നല്ല സിനിമയാണ്. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. വളരെ ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സിനിമയാണ്. എല്ലാവരും മികച്ച പെർഫോമൻസാണ്. ഇന്ദ്രജിത്തും ശ്രുതിയും വിൻസിയും സത്യാനും എല്ലാവരും അതിഗംഭീരമായിട്ട് പെർഫോമൻസ് ഉണ്ട്. അതിഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഫീൽ ഗുഡായിട്ടുള്ള, കുടുംബ പ്രേക്ഷകർ വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്. ഫാമിലി ഇങ്ങനത്തെ സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. നന്നായിട്ട് നല്ല
പെർഫോമൻസ് ആണ് വളരെ സിമ്പിളായിട്ട് ചെയ്തത് അവർ വളരെ ഈസി ആയിട്ട് നല്ല രസമുണ്ട്. ഞാനിത് 5th ടൈമാണ് ഈ പടം കാണുന്നത്. ഒരു മുഷിപ്പില്ലാതെ എല്ലാം മഴവിൽക്കാവിടെയും അതേമാതിരി തന്നെ സമ്മറിമ്പത്തിലേക്കും ഒക്കെ ഞാൻ കാണുന്ന അതേ എൻജോയ്മെൻറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. വളരെ കളർഫുള്ളാണ്. സോങ്സ് ഒക്കെ തന്നെ അടുത്ത മൈൻഡ് സ്റ്റോണാണ് വ്യത്യാസം. നല്ല സോങ്സ് എവൃത്തിങ് ഒരു ഫെറ്റപ്പ് എനിക്ക് ഫീൽ ചെയ്യും. അതാണ് എൻ്റെ സത്യം. ആ ഫെറ്റപ്പ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ റിപ്പീറ്റഡായിട്ട് കാണുമ്പോഴത്തേക്കും ഇന്നും ഇരുന്ന് കണ്ടു. നമ്മളല്ലാതെ ഒരു ഗെയിം ഓഡിയൻസ് വെച്ചിട്ട് ഞങ്ങൾ കണ്ടു. അവരുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഈ പ്രത്യേക ഓഡിയൻസിലേക്ക് കണ്ടു. ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഗുഡ് തിങ്. ഐ ക്യാൻ പ്രൗഡ്ലി സേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാനത്തോടുകൂടി പറയാൻ എൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ഞാൻ വാർത്തെടുത്തു എന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു. സന്തോഷിക്കാവുന്ന നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ എസ്റ്റേറ്റിൽ വന്ന് എൻജോയ് ചെയ്ത് എല്ലാവരും ഇതൊരു സക്സസ് ആക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഫീൽ ഗുഡ് മൂവി. ഫാമിലി ഡ്രാമ കോമഡി ഉണ്ട്. എല്ലാവരും ആ ഗ്രൂപ്പായിട്ട് 4 പേരും ഭയങ്കര രസമായിട്ട് അവരുടെ കെമിസ്ട്രി നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഐ എൻജോയ് ഇറ്റ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പടങ്ങൾ ഇപ്പം കുറവാണല്ലോ വരില്ല. ഇങ്ങനത്തെ ഒരു പടം വന്നിട്ട് കുറേ നന്നായിട്ടുണ്ട്. ഒരു ഫാമിലി എൻ്റർടൈനിങ്. ഞാനല്ല പറയുന്നത്, എനിക്ക് ഞാൻ എൻജോയ് ചെയ്തു. ഒരു ഫീൽ ഗുഡ് എല്ലാവർക്കും പ്രത്യേകിച്ചിരിക്കുന്ന ഫാമിലീസിനൊക്കെ സിനിമയായിട്ട് തോന്നിയിട്ട്. പിന്നെ ഞാൻ എന്തിപ്പോൾ പറയാം, ഞാൻ നല്ല അഭിനയിച്ചല്ല, നിങ്ങളല്ലേ പറയുന്നത്. കുറേ അവസാനത്തെ പോർഷൻസൊക്കെ വിചാരിച്ച പോലെ തന്നെ വർക്കൗട്ട് ആയിരുന്നു. അല്ല അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തത്? താങ്ക് യു. എല്ലാവരും പോയിട്ട് സിനിമ കാണുക, തിയേറ്ററിൽ ഫാമിലിയായിട്ട് കൂട്ടി പോയി കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ എൻ്റർടൈനർ ഏത് ജോണറാണ് നമ്മൾ പറയുന്നത് ആ ജോണറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു സിനിമയാണ്. കുടുംബങ്ങൾ തന്നെയാണ് തിയേറ്ററിൽ വരേണ്ടത്, വന്ന് ആസ്വദിക്കേണ്ടത്. ബാക്കി അഭിപ്രായങ്ങളായിട്ട് അറിയിക്കുക. താങ്ക് യു. ഇതിൽ കുറേ മൊമെൻറ്റുകളാണ് ഈ സിനിമയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 4 കഥാപാത്രങ്ങളും 4 പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ അനുഭവിക്കുന്ന തരം പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഇവർ ഓരോരുത്തരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് തീർച്ചയായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഇതിൻ്റെ സക്സസ് ഞാൻ വിശ്വസിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് ഫാമിലി മൂവി. കുഞ്ഞു കുട്ടികളായിട്ടും എല്ലാവരായിട്ടും വന്ന് വാച്ച് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. മോസ്റ്റ് ഓഫ് ദ മൂവീസ് വിച്ച് കെയിം ഇൻ റീസെൻ്റ്ലി കുട്ടികൾ അങ്ങനെ എല്ലാവരെയും കാണിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ബട്ട് ദിസ് ഇസ് എ വെരി ഗുഡ് സൂതിങ് സട്ടിൽ മൂവി വിച്ച് യു ക്യാൻ വാച്ച് വിത്ത് ദി കിഡ്സ് ആൻഡ് വിത്ത് ഓൾ എൽഡേഴ്സിനായിട്ടും എല്ലാവരായിട്ടും ഫാമിലിയായിട്ട് വന്ന് വാച്ച് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കോമഡി ആണെങ്കിലും ഓൾ ദ ക്യാരക്ടേഴ്സ്, the concept they wanted to convey. It's a good comeback for Indrajit and everyone.